ഹായ്. ദിലീപ് നാരായണൻ സംവിധാനം ചെയ്ത ദ കേസ് ഡയറി എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ചിത്രത്തിലെ നായകൻ അഷ്കർ നാസറാണ്. അഷ്കർ നാസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല എന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ മമ്മൂക്കയുടെ ഫാമിലിയിലുള്ള ഒരു പയ്യനാണ്. അപ്പോൾ അവനാണ് ഇതിലെ നായകൻ അഷ്കർ നാസർ. പിന്നെ ഇവരെ കൂടാതെ വിജയരാഘവൻ ഉണ്ട്, ബാലയുണ്ട്, രാഹുൽ മാധവ്, പിന്നെ സാക്ഷി അഗർവാൾ, റിയാസ് ഖാൻ, ഇവരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞ തല്ലിപ്പൊളിയായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, ഒരു നല്ലൊരു സോങ് ഇല്ല, എഡിറ്റിംഗ് വർക്ക് കൊള്ളത്തില്ല, ക്യാമറമാന്റെ വർക്ക് ആണെങ്കിൽ അതിലും മോശം എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ ദ കേസ് ഡയറി എന്ന് പറയുന്നത്. ഇതിലെ കഥയാണെങ്കിൽ അയ്യോ അതിലും വലുത്. നായകന്മാരും പിന്നെ കൂടെ അഭിനയിച്ചവരൊക്കെ ആണെങ്കിൽ പറയണ്ട. എന്താണ് ഇവര്, നമ്മള് ചില ഷോർട്ട് ഫിലിമൊക്കെ കളിയാക്കില്ലേ, ആ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഈ ഒരു സിനിമയിലും ഞാൻ കണ്ടത്. കാരണം ഒരു നല്ലൊരു സീന് വരുമ്പോൾ അതിലുള്ള ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് വരുമ്പോഴുള്ള ഒരു ഇത് ഒന്നും ഒന്നും ഈ പടത്തിന് നല്ലത് എന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിന്റെ കഥയാണെങ്കിൽ അതിൽ നല്ലൊരു രസമാണ് കേട്ടോ. അതായത് നമ്മുടെ നായകൻ അഷ്കർ നാസർ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോ അദ്ദേഹം നമ്മുടെ അവരുടെ നാട്ടിലുള്ള ഒരു റോബറി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു തമിഴ്നാട്ടിലോട്ടാണ്. അവിടെ വെച്ചിട്ട് ഈ റോബറിയുടെ കള്ളന്മാരെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ വെച്ചിട്ട് ഒരു അമ്മച്ചിനെ പരിചയപ്പെടുന്നു. അമ്മച്ചി ഇവനെ വിളിച്ച് നിന്നെ പോലെ ഒരു അനിയനുണ്ട് അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു പയ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. അവൻ മരണപ്പെട്ടു, അവിടെ ഒരു അതായത് ഒരു കത്തിക്കുത്ത്, അതായത് ഒരു കൊലപാതകം, അതിലൂടെ അവൻ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോട് പറയുന്നുണ്ട്. അപ്പോ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഈ നാട്ടിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരികയാണ് നമ്മുടെ നായകൻ. ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ട് ഇതിനെ കുറിച്ച് ഓരോരുത്തരായിട്ട് അന്വേഷിക്കുന്നു. ഇവന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതായത് അനിയൻ എന്തായിരുന്നു ചെയ്തിരുന്നത്, ഇവൻക്ക് എന്തിനാണ് ഈ ഒരു സംഭവം ഉണ്ടായെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓടുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോ ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വില്ലൻ ക്യാരക്ടറാണ് നമ്മുടെ ബാലയുടെ ക്യാരക്ടർ കേട്ടോ. അപ്പൊ ഈ ബാലയുടെ ക്യാരക്ടറിൽ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാല് ഇവന്റെ അനിയൻ ഒരു ഒരു കോഫി ഷോപ്പ് ഇട്ടുണ്ടാവും. അവിടെ വെച്ചിട്ട് ബാല ഒരു പയ്യനെ കൊല്ലുന്നുണ്ട്. ആ കൊല്ലുന്ന ഒരു സീന് ഇവൻ ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടാവും. ആ കടയിലുള്ള മറ്റുള്ളവരാരും അറിയാത്തൊരു ക്യാമറയിൽ പകർത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു കൊലപാതകം. അങ്ങനെ ഇത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുന്നു. അതിന് ശേഷമാണ് ഈ ബാലയും ഇവരും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ. ഫൈറ്റ് ഒന്നും പറയാൻ പറ്റുന്നില്ല, അതിൽ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഒരു ഫൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ അഷ്കറിന്റെ ആ ഒരു പോലീസ് ഓഫീസറുടെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടി ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ നള്ളു പോലത്തെ ഏതോ എവിടുന്നോ കിട്ടിയ കുറച്ച് പിള്ളേരെ കൊണ്ട് എടുപ്പിച്ച ഒരു ഫൈറ്റ് സീനൊക്കെ ആയിട്ടാണ് ഈ സിനിമ കാണുമ്പോൾ തോന്നുന്നത്. മൊത്തത്തിലൊരു ലാഗാണ് ഈ സിനിമ. പ്രത്യേകിച്ച് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറോ പാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്നുമില്ല പ്രത്യേകിച്ചിട്ട്. ഞാൻ ഈ സിനിമ നല്ല എന്തെങ്കിലും കഥയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് ഇരുന്ന് കണ്ടു. ഞാൻ 2.5 മണിക്കൂറോളം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തിനാണ് ഞാൻ ഈ സിനിമ കണ്ടതെന്നുള്ള ഒരു ഫീലൊക്കെ ആയിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ ഈ കഥയിലോട്ട് വരാം. അതായത് ഇങ്ങനെ ഈ ഈ ബാലയുമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ ഇവൻ അറിയുന്നു, അതിന്റെ പിന്നാലെ പോകുന്നു. ഇവന്റെ കൂടെയുള്ള ഒരുത്തൻ തന്നെയാണ് ഇവനെ കുത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അവനെ കണ്ടുപിടിച്ച് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെയല്ല, അതിലിടക്ക് വേറൊരു ടെസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അതായത് ഈ കുത്തിയ ഈ പയ്യന്റെ പെങ്ങളുമായിട്ട് നമ്മുടെ ഈ നായകന്റെ അനിയൻ ക്യാരക്ടറിന് ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോ ഇവനാണ് ഇവന്റെ പെങ്ങളെ കൊന്നത് എന്നുള്ള രീതിയിലാണ് ഇവൻ കുത്തുന്നത്. പക്ഷെ അല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അതിലിടക്ക് ഒരു ലോറി വന്ന് ഇടിച്ചിട്ട് ഇവൻ മരിച്ചു പോകുന്നു. അതായത് ശരിക്കും നമ്മളൊരു അതിന്റെ ഒരു പേര് ദ കേസ് ഡയറി എന്ന് പറയുമ്പോൾ നമ്മളൊരു നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു വിഷയത്തെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കാൻ പോകുന്നതെന്നൊക്കെ തോന്നും. ഇത് ഒന്നുമില്ലാത്ത ഒരു സംഭവത്തിനെ കുറിച്ച് ചുമ്മാ ഭയങ്കര സംഭവമായുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. വെറുതെ കുറെ ഫൈറ്റും തേങ്ങയും മാങ്ങയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഈ സംഭവം ചെയ്തത് എന്താ പറയാ റിയാസ് ഖാനും പിന്നെ വേറെ 2 പയ്യന്മാരുണ്ട്, അവരൊക്കെയാണെന്നുള്ള മനസ്സിലാക്കുന്നു. അവരൊരു ഗോവയിലെ ബീച്ച് വെച്ചിട്ടൊരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ചിരി വരും, അമ്മാതിരി ഫൈറ്റാണ്. അത് കഴിഞ്ഞിട്ട് റിയാസ് ഖാന്റെ കഴുത്തിലൊരു കയറൊക്കെ കെട്ടിയിട്ട് കടപ്പുറത്ത് കൂടെ 2 വരി വലിച്ചങ്ങനെ ആളെ പണി തീരും. അങ്ങനെ അവിടെ വെച്ചിട്ട് പടം അവസാനിക്കുന്നു. എന്നിട്ട് ഇവൻ അനിയൻ ചെക്കന് വേണ്ടി ഇവൻ ബലിയിടുന്നു. അങ്ങനെയൊക്കെയാണ് സിനിമ അവസാനിക്കുന്നത്. അതിലിടക്ക് ഒരു നേഴ്സ് ക്യാരക്ടറായിട്ട് നമ്മുടെ സാക്ഷി അഗർവാൾ ഉണ്ട്. ഒരു ഡോക്ടറായിരുന്നു. ഡോക്ടറായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ
ഇവരുമായിട്ട് അടുക്കുന്നു, ഭയങ്കരമായിട്ട് പ്രണയമൊക്കെ ആകുന്നു. എന്താ പറയേണ്ടത്? ഈ ശരിക്കും ഈ സിനിമ എന്തിനാണ് എടുത്തത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് എടുത്തത് എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ വിജയരാഘവനൊക്കെ ഈ സിനിമയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളൊക്കെ എന്തിനാണ് ഈ സിനിമയിൽ കൊണ്ടിട്ടെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പകുതി എത്തിയപ്പോ മൂപ്പര് ആ സിനിമയിൽ നിന്ന് മാറിയതാണെന്ന് തോന്നുന്നുണ്ട്. ഈ സിനിമ എന്തായാലും വർക്കൗട്ട് ആവില്ല എന്ന് മനസ്സിലായ കാരണം കൊണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ വിജയരാഘവൻ അവിടെ കണ്ടില്ല. അതുപോലെ തന്നെ ബാലയുടെ ക്യാരക്ടറും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ബാല എന്ന് പറയുന്ന ക്യാരക്ടറേ ഇല്ല. പിന്നെ എവിടുന്നോ വന്നൊരു റിയാസ് ഖാൻ ലാസ്റ്റ് മരിക്കാനും വേണ്ടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കലർത്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയണം. കാണാത്തവരോട് ഞാൻ ഒരിക്കലും പറയില്ല കാണണം എന്നുള്ളത്. കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കാൻ ചാൻസ് കൂടുതലാണ്. ഈ സിനിമ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ആരും പ്രത്യേകിച്ച് സിനിമ കാണണമെന്ന് ഞാൻ പറയില്ല. എപ്പോഴെങ്കിലും അബദ്ധവശാൽ കാണുകയാണെങ്കിൽ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. കണ്ടവര് അബദ്ധവശാൽ ഇതിന് മുന്നേ കണ്ടവരുണ്ടെങ്കിലും എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോ ഇത്രയൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നല്ലതാണെങ്കിൽ ഞാൻ നല്ലത് തന്നെ പറയും. സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പാട്ടും എല്ലാതും, എഡിറ്റിങ്ങും സ്റ്റന്റ് ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും എല്ലാം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ ഞാൻ പറയാറുണ്ട്. ഇത് എനിക്ക് ഈ പടം കണ്ടിട്ട് സങ്കടം വന്നു പോയി. എന്താണ് ഇവന്മാര് കാട്ടിക്കൂട്ടണത് എന്നുള്ളത് ചിന്തിച്ചു പോയൊരു സിനിമയാണ് ദ കേസ് ഡയറി എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ ഇനി സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടും, അല്ലെങ്കിൽ ചെറിയൊരു കഥ ആണെങ്കിൽ നിങ്ങളൊരു ഷോർട്ട് ഫിലിം ആയിട്ട് എടുത്താലും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടോ, മെയിനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സിനിമ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആ സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ ഓക്കെ, ബൈ.